തനിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് നീക്കം ഉണ്ടാകാം എന്ന് അടൂർ പ്രകാശ് പറയുന്നത് ആരെ ഉന്നമിട്ടായിരിക്കും? അതെനിക്കറിയില്ല. അത് കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഇടപാടിൽപ്പെട്ട മറ്റൊരാളും ആ ചിത്രത്തിലുണ്ട്. ഒരു രമേശ് ബാബു എന്ന് പറയുന്ന ഒരാൾ ആ ചിത്രത്തിൽ. എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. പിന്നെ അദ്ദേഹം അവിടുത്തെ പാർലമെന്റ് മെമ്പർ ആകുമ്പം ആ നാട്ടിലുള്ള പലരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് അടൂർ പ്രകാശുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാംഗ്ലൂർ വെച്ചിട്ടാണ് ചിത്രം വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ വെച്ച് കൂടിക്കാഴ്ചയാണ്. അല്ല, എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. കാരണം അവിടുത്തെ പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഒരു പക്ഷേ അദ്ദേഹമായിട്ട് ബന്ധം ഉണ്ടാകാം. അത് കവിഞ്ഞെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സിപിഎമ്മിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന വലിയൊരു പ്രതിഷേധത്തിന് ഒരു പരിധിവരെ നിങ്ങളുടെയൊക്കെ വായടപ്പിക്കുന്നതാണോ? ഒരിക്കലുമല്ല. അത് പറയും 4 പേർ സിപിഎമ്മിന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ നമ്മൾ എത്രയോ ആളുകളുടെ കൂടെ ഫോട്ടോ എടുക്കും. ആരെല്ലാം നമ്മൾ വഴിയെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, ബസ്സിൽ വെച്ച്, അതോടൊപ്പം തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളിവിടെ ഫോട്ടോ എടുക്കാറില്ലേ? അപ്പൊ അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണ്? ഒരു മിനിറ്റ്, അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണ്? 4 സിപിഎമ്മിന്റെ നേതാക്കന്മാർ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചില്ലേ, ദൈവത്തിന്റെ മുതല അടിച്ചു മാറ്റിയിട്ടാണോ ജാമ്യത്തിന് വരുന്നതെന്ന്? ദേവന്റെ മുതൽ അല്ലേ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞില്ലേ? കൊള്ളയടിച്ചെന്ന് പറഞ്ഞില്ലേ? അവരെ ആരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കാതെ അവരെയൊക്കെ സംരക്ഷിക്കുന്ന സിപിഎം നിലപാട്, ഒരാളുടെ കൂടെ ഒരു ഫോട്ടോ കണ്ടതും തമ്മിൽ എങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയും? ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയതാണ്. കോടതി തന്നെ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ പറ്റി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ സ്വർണം എവിടെ? ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തൊണ്ടി മുതൽ എവിടെ? അതാണ് കണ്ടെത്തേണ്ടത്. അതെന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? 4-5 സിപിഎം നേതാക്കന്മാർ ഇപ്പൊ ജയിലിൽ കിടക്കുക. അവരുടെ വസ്തുക്കൾ ഇപ്പം ED മരവിപ്പിച്ചു എന്നറിയുന്നു. അപ്പൊ ഇത്തരം ഗുരുതരമായ കേസുണ്ടായിട്ട് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും അവരെ സംരക്ഷിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഫോട്ടോ ആരുടെ കൂടെ വേണേലും എടുക്കാം. ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ എത്രയോ പേര് നമ്മളുടെ ഫോട്ടോ എടുക്കും. അവരൊക്കെ ഏതെങ്കിലും കേസിൽ പ്രതികളാണോ, ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരാണോ നമുക്കറിയില്ലല്ലോ. അത് രാജു എബ്രഹാം കൊടുക്കുന്നതല്ലേ ഉപകാരം. ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടത്, രാജു എബ്രഹാം സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, മുൻ MLA രാജു എബ്രഹാം ഉപകാരം കൊടുക്കുന്നു. പോറ്റിക്കല്ല, പോറ്റിയുടെ ഫാദറിന് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അതല്ല, ഞാൻ വേറൊന്നും കണ്ടില്ല. തനിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് നീക്കം ഉണ്ടാകാം എന്ന് അടൂർ പ്രകാശ് പറയുന്നത് ആരെ ഉന്നമിട്ടായിരിക്കും? അതെനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കും. ഇന്നലെ ഈ നിയമസഭയ്ക്കകത്ത് ശിവൻകുട്ടി അതായത് സ്വർണം കെട്ടത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് സിപിഎം ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. സിപിഎം എന്ത് പ്രചരിപ്പിക്കാനാണ്? എന്ത് നാണമില്ലാതല്ലേ അവർ ഈ പ്രചരിപ്പിക്കുന്നത്? അവരുടെ 4 നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് ഇന്നലെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ദേവന്റെ സ്വത്ത് മോഷ്ടിച്ചവരാണ് ഇവരെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ആ ആളുകൾക്ക് പേരിൽ ഒരു നടപടി എടുക്കാത്ത സിപിഎം ഞങ്ങളുടെ പേരിൽ എന്ത് ആരോപണം ഉന്നയിക്കാനാണ്? അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രി രാജിവെക്കണമെന്നും വസ്തുതാപരമായ അന്വേഷണം നടക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്.